ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. സോ ഇന്ന് നമ്മുടെ തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ആനുവൽ എക്സാം ആയിരുന്നു. സോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും എക്സാം ഒക്കെ? സോ പ്ലീസ് കമൻറ്റ് ബിലോ ഹൗ വാസ് യുവർ എക്സാം ടുഡേസ്. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് 5 ആക്ടിവിറ്റീസാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 4ഉം അതുപോലെ 5ഉം ഈ രണ്ടെണ്ണത്തിലും എ ഓർ ബി എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 4th ആക്ടിവിറ്റിയിൽ തോട്ട്സ് അതുപോലെ ഡയറി 2 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ 5th ആക്ടിവിറ്റിയിൽ ഡിസ്ക്രിപ്ഷനും അതുപോലെ ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്, അങ്ങനെ 2 ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ലിസൺ ആൻഡ് ആൻസർ, അതായത് സ്റ്റോറി, അതായത് ടീച്ചർ സ്റ്റോറി പറയും, അത് കേട്ടിട്ട് ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യാണ് വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്നുണ്ട്. രാഹൻ വിസിറ്റ്സ് ഹിസ് ഗ്രാൻഡ് പാരൻസ് എവറി സാറ്റർഡേ, അതായത് എല്ലാ ശനിയാഴ്ച എന്താണ് രാഹൻ അവൻ്റെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് കാണാൻ പോകാറുണ്ട്. ദർ വാസ് എ ഗാർഡൻ ഫുൾ ഓഫ് വെജിറ്റബിൾസ് നിയർ ദെയർ ഹൗസ്, അതായത് അവരുടെ വീടിൻ്റെ അടുത്ത് എന്തുണ്ട്, കുറേ വെജിറ്റബിൾസ്, അവരുടെ ഗാർഡനിൽ കുറേ വെജിറ്റബിൾസ് ഉണ്ട്. One day they got a big pumpkin from the garden. They took the pumpkin to the kitchen. അതായത് ഒരു ദിവസം അവർക്ക് എന്താണ് വലിയൊരു ബിഗ് പംകിൻ അവരുടെ ഗാർഡനിൽ നിന്ന് കിട്ടി. അങ്ങനെ അവരെന്താണ് ആ പംകിൻ അവരുടെ കിച്ചണിലേക്ക് കൊണ്ടുപോയി. രാഹൻ സെഡ് ഗ്രാൻഡ്മ പ്ലീസ് മേക്ക് പംകിൻ ഹൽവ. അപ്പോൾ രാഹൻ എന്താണ് അവൻ്റെ ഗ്രാൻഡ്മയോട് പറയാണ്, പ്ലീസ് മേക്ക് പംകിൻ ഹൽവ, അതായത് എനിക്ക് പംകിൻ ഹൽവ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. ഗ്രാൻഡ്മ സെഡ് ഓക്കെ. രാഹൻ വാഷ്ഡ് ദി പംകിൻ, ഗ്രാൻഡ്പ കട്ട് ദി പംകിൻ ആൻഡ് ഗ്രാൻഡ്മ കുക്ക്ഡ് ഇറ്റ്. അങ്ങനെ രാഹൻ എന്താണ് നമ്മുടെ പംകിനൊക്കെ വാഷ് ചെയ്തു, ഗ്രാൻഡ്പ എന്ത് ചെയ്തു പംകിന് കട്ട് ചെയ്തു, അങ്ങനെ ഗ്രാൻഡ്മ അത് കുക്ക് ചെയ്ത് വെച്ചു. ദ കിച്ചൺ സ്മെൽഡ് സ്വീറ്റ്, അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഈ ഒരു സ്വാദിഷ്ടമായിട്ടുള്ള പംകിൻ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്വാഭാവികമായിട്ടും നല്ല സ്മെല്ലുണ്ടായിരുന്നു. സൂൺ ദി ഹൽവ വാസ് റെഡി, അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇറ്റ് ടേസ്റ്റഡ് വെരി ഗുഡ്. രാഹൻ ആസ്ക്ഡ് വാട്ട് ഈസ് ദ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ രാഹൻ ചോദിക്കുകയാണ് എന്താണ് ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഗ്രാൻഡ്മ ഹഗ്ഡ് ഹിം ആൻഡ് സെഡ് ലവ് ഈസ് ദ സീക്രട്ട്. അപ്പോൾ ഗ്രാൻഡ്മ അവനെ ഹഗ് ചെയ്തിട്ട് പറയാണ് ലവ് ഈസ് ദ സീക്രട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇതിൽ വരുന്ന സ്റ്റോറി. ഇനി ഈ സ്റ്റോറി ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. വേർ ഡിഡ് ദേ ഫൈൻഡ് ദി പംകിൻ, എവിടെയാണ് അവർ പംകിന് കണ്ടെത്തിയിട്ടുള്ളത്. സോ ദി ആൻസർ ഇൻ ദ ഗാർഡൻ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ കുക്ക്ഡ് ദി പംകിൻ ഇൻ ഹൽവ, ആരാണ് നമ്മുടെ പംകിന് കുക്ക് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. സോ ദി ആൻസർ ഗ്രാൻഡ്മ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി ഹൽവ ടേസ്റ്റ് വെരി ഗുഡ്. സോ ദി ആൻസർ ഗ്രാൻഡ്മ കുക്ക്ഡ് ഇറ്റ് വിത്ത് ലവ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്ന് ചോദിക്കുന്നത്. സോ ദി ആൻസർ ഈസ് ദ കിച്ചൺ ഈസ് സ്മെല്ലഡ് സ്വീറ്റ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദിസ് സ്റ്റോറി ഈസ് അബൌട്ട്, ഈ സ്റ്റോറി എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, ഷെയറിങ് ഹാപ്പിനെസ്. ഇനി ആക്ടിവിറ്റി 2 വരുന്നത് റീഡ് ആൻഡ് ആൻസർ ആണ്. ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അത് റീഡ് ചെയ്തിട്ട് അതിന് താഴെ കുറച്ച് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസും ഉണ്ട്. സോ നമുക്കത് റീഡ് ചെയ്ത് നോക്കാം. വിനി ലവ് ടു പ്ലേ ക്രിക്കറ്റ്. വൺ ഡേ വിനി ആൻഡ് ഹർ ഫ്രണ്ട്സ് were playing in the ground. വിനി was batting. She hit the ball very hard. Crash. The ball broke a window of the nearby house. Let's run away, her friend said. But Winnie remembered her teacher's words. Honesty is the best policy. Winnie went to that house. An old man was sitting on the veranda in front of the house. Sorry, uncle, I broke your window by mistake, Winnie said. The old man smiled and said, don't worry, I will repair it. Thank you for being honest. You are a good girl. Winnie felt happy and proud. സോ ഇനി നെക്സ്റ്റ് നമുക്ക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു പാസേജ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിനീസ് ഫേവറേറ്റ് ഗെയിം വാസ് ഡാഷ്. സോ ദി ആൻസർ ഈസ് ക്രിക്കറ്റ്. സോ ഇൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ വെൻ വിനി ഹിറ്റ് ദി ബോൾ വെരി ഹാർഡ്, അതായത് വിനി ആ ബോൾ വളരെ ഹാർഡായിട്ട് അടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ഇറ്റ് ബ്രോക്ക് എ വിൻഡോ. ആൻസർ അതാണ് വരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് വിനി റൺ അവേ, എന്തുകൊണ്ടാണ് വിനി ഓടാഞ്ഞത്. ഷി റിമെമ്പർ ഹെർ ടീച്ചേഴ്സ് വേർഡ്സ്. ദാറ്റ്സ് ദി ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു വാസ് സിറ്റിംഗ് ഓൺ ദി വെരാന്ത ഓഫ് ദി ഹൗസ്, അതായത് അവരുടെ വീടിൻ്റെ വെരാന്തയിൽ ആരായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നത്. സോ ദി ആൻസർ ആൻ ഓൾഡ് മാൻ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാസേജിൽ വരുന്ന, വൈ ഡിഡ് വിനി ഫീൽ ഹാപ്പി ആൻഡ് പ്രൗഡ്, ബിക്കോസ് ഫോർ ബീങ് ഹോണസ്റ്റ്. ആൻസർ കമ്മിങ്. ആക്ടിവിറ്റി വരുന്നത് ആക്ടിവിറ്റി 3 ആണ്, മാച്ച് ദ ഫോളോയിങ്. സോ മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് സ്യൂട്ടബിൾ സ്ലോഗൻസ്, അതായത് കുറച്ച് സ്ലോഗൻസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ആ പിക്ചേഴ്സിൻ്റെ നിയർ ആയിട്ട്. സോ നമ്മളതിന് സ്യൂട്ടായിട്ടുള്ള ആ പിക്ചറിന് സ്യൂട്ടായിട്ടുള്ള സ്ലോഗന് മാച്ച് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ഫസ്റ്റ് പിക്ചറിൽ വരുന്നത് ബി കൈൻഡ് ടു ആനിമൽസ് ആണ് ഫസ്റ്റ് പിക്ചർ വരുന്നത്, അവിടെ നമ്മൾ മാച്ച് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് പിക്ചർ പ്ലാൻ ട്രീസ് ആൻഡ് പ്രൊട്ടക്റ്റ് എർത്ത്, അതാണ് രണ്ടാമത്തത്. ആൻഡ് തേർഡ് വൺ ഫോളോ ട്രാഫിക് റൂൾസ്, മൂന്നാമത്തത് വരുന്നത് ഫോളോ ട്രാഫിക് റൂൾസ്.
പിന്നെ ഫോർത്ത് വരുന്നത് ഡോണ്ട് ത്രോ എവേ വേസ്റ്റ്. ആൻഡ് ഫിഫ്ത്ത് വൺ വരുന്നത് എന്താണ്, സേവ് വാട്ടർ ആൻഡ് സേവ് ലൈഫ്. സോ ഈ 5 അതിന് സ്യൂട്ടായിട്ടുള്ള സ്ലോഗൻസ് ഇവിടെ മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 4 വരുന്നത് തോട്ട്സ് ആണ്. When the storm came, Toto ran to the house and hid under a coat. Toto was scared. What will be his thoughts? Write the thoughts of the Toto. അപ്പോൾ നമ്മുടെ ആ ഒരു ദൊറോത്തിൻ്റെ ചാപ്റ്ററിൽ, അതായത് ബ്ലൂംസ് ആൻഡ് ട്രീസിൽ ആ ഒരു 4th ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതായത് ആ ഒരു ചുഴലിക്കാറ്റ് വന്നപ്പോൾ ടോട്ടോ എവിടേക്ക് പോയി, ടോട്ടോ ഓടി ആ ഒരു വീടിൻ്റെ കട്ടിലിന് താഴെ എന്താണ്, കോട്ടിന് താഴെ ഒളിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോട്ടോ ഭയങ്കര അധികം സ്കെയർഡ്, പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് തോട്ട്സ് ആയിരുന്നു, അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ടോട്ടോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ നമുക്ക് ആൻസർ നോക്കാം. Toto's thought, oh, what is that loud noise? The sky is growling so loudly. It is so dark and the wind is howling outside. I am so scared. അപ്പോൾ പറയണേ എന്താണ് ആ വലിയൊരു ശബ്ദം, അതായത് ആകാശാകെ ഭയങ്കര വലിയൊരു സൗണ്ട്, ഗ്രൗളിങ് സോ ലൗഡ്ലി. ഇറ്റ് ഈസ് സോ ഡാർക്ക് ആൻഡ് ദ വിൻഡ് ഈസ് ഹൗളിങ് ഔട്ട്സൈഡ്. അതായത് ഭയങ്കര ഇരുട്ടാണ് പുറത്ത്, ഭയങ്കര കാറ്റ് വളരെയധികം വലിയതായിട്ട് കാറ്റ് വീശുന്ന ആ സൗണ്ട് കേൾക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. ടോട്ടോ ചിന്തിക്കുകയാണ്, I hope the roof doesn't fly away. I feel a bit safer here under this cot. Why my heart is beating so fast. Thum, thum, thum. അപ്പോൾ അവന് ഹോപ്പ് ചെയ്യാണ്, എന്ന് വെച്ചാൽ ഈ റൂഫ് പറന്നു പോയില്ല എന്ന് ഞാൻ വിചാരിക്കണു. ഐ ഫീൽ, എനിക്ക് ഇവിടെ ഈ ഒരു കട്ടിലിൻ്റെ ഈ കോട്ടിൻ്റെ താഴെ എനിക്ക് കുറച്ച് സേഫായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എൻ്റെ ഹാർട്ട് ബീറ്റ് എന്താണ്, വളരെയധികം തം തം എന്ന് പറഞ്ഞിങ്ങനെ ഹാർട്ട് ബീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ വിഷ് മൈ ഹ്യൂമൻസ് വുഡ് കം ആൻഡ് പാറ്റ് മൈ ഹെഡ്. ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മനുഷ്യർ, അതായത് എൻ്റെ ആളുകൾ എന്താണ്, അവൻ്റെ ഹ്യൂമൻസ് വന്നിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ തല ഇങ്ങനെ പാറ്റാണ്, തലോടി കൊടുക്കുമായിരിക്കും. പ്ലീസ് ബിഗ് സ്കാം സ്റ്റോം ഗോ എവേ സൂൺ. ഐ ജസ്റ്റ് വാണ്ട് ടു ബി വാം ആൻഡ് സ്ലീപ്പി അഗെയിൻ. അപ്പോൾ അവൻ പറയാണ്, ഈ പെട്ടെന്ന് തന്നെ ഈ ഒരു വലിയൊരു ഈ ഒരു കാറ്റ് എന്താണ് പെട്ടെന്ന് പോവണേ, എനിക്ക് എന്താണ് നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റണേ എന്ന് പറയാണ് അവനിതൊക്കെ വിചാരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ഓക്കെ, ഇനി 4th ആക്ടിവിറ്റിയിലെ ബി ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്, ഡയറി. The king gifted gold coins to the farmer. The farmer became very happy. That night he started to write the diary. Complete the diary of the farmer. അപ്പോൾ ഇവിടെ നമ്മുടെ രാജാവ് എന്താണ്, ഗോൾഡ് കോയിൻ നമ്മുടെ ഫാർമർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാർമറിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആ ഒരു ടൈമിൽ, ഗിഫ്റ്റ് കിട്ടുന്ന സമയത്ത്. ദാറ്റ് നൈറ്റ്, അപ്പോൾ ആ ഒരു രാത്രി നമ്മുടെ ഫാർമർ എഴുതുന്ന ഡയറിയെക്കുറിച്ച് എഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കൊരു മോഡൽ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ഡേ അതുപോലെ ഡേറ്റ് എഴുതണം. നെക്സ്റ്റ് ഡിയർ ഡയറി, ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ ഫോർ മീ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ദ കിങ് ഗിഫ്റ്റഡ് മീ സം ഗോൾഡ് കോയിൻസ്. രാജാവ് എനിക്ക് കുറച്ച് ഗോൾഡ് കോയിൻസ് ഗിഫ്റ്റായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് വെരി സർപ്രൈസ്ഡ് ആൻഡ് താങ്ക്ഫുൾ. ഐ നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ വണ്ടർഫുൾ ഗിഫ്റ്റ്. ഞാൻ ഒരിക്കലും ഇത്തരം ഒരു വണ്ടർഫുൾ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദ കിങ് ഫോർ ഹിസ് കൈൻഡ്നസ്. ദീസ് കോയിൻസ് വിൽ ഹെൽപ്പ് മൈ ഫാമിലി ലിവ് എ ബെറ്റർ ലൈഫ്. അപ്പോൾ ഈ ഒരു കോയിൻസ് എന്താണ്, ഈ ഒരു നാണയങ്ങൾ എൻ്റെ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ, ഞങ്ങളുടെ ഫാമിലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ഒരു നാണയങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഐ വിൽ ഓൾവേസ് റിമെമ്പർ ദിസ് ഡേ വിത്ത് ജോയ്. ഞാൻ എന്നും ഈ ഒരു ദിവസം ഓർക്കുമെന്നാണ് അവസാനം കൊടുത്തിട്ടുള്ളത്. സോ ഫാമറാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് ഒരു സ്മോൾ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് 5th ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഫ്ലവർ ആണ്. അതായത് ഇവിടെ 3 ഫ്ലവേഴ്സ് ഉണ്ട്. അത് ഒരു ഫ്ലവർ ജാസ്മിനെ കുറിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് 4 ലൈൻസ്. ബാക്കി 2 ഫ്ലവേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതും വേണം, അതുപോലെ തന്നെ അത് കളർ ചെയ്യും വേണം. സോ നമുക്ക് നോക്കാം ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഫ്ലവറിനെ കുറിച്ചിട്ട്. സോ ഫസ്റ്റ് ഫ്ലവർ വരുന്നത് ജാസ്മിൻ ആണ്. ദിസ് ഈസ് ജാസ്മിൻ, ഇറ്റ്സ് വൈറ്റ് ഇൻ കളർ, ഇറ്റ് ഹാസ് നൈറ്റ് ഫ്രാഗ്രൻസ്, ഇറ്റ് ബ്ലൂംസ് അറ്റ് നൈറ്റ്. അങ്ങനെ 4 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് തന്നിട്ടുള്ള ഫ്ലവർ ഏതാ നോക്കാം. സോ നെക്സ്റ്റ് ഫ്ലവർ റോസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് റോസിനെ കുറിച്ചിട്ട് ഒരു 4 ലൈൻസ് എഴുതിയാലോ. ദിസ് ഈസ് എ റോസ്, ഇറ്റ് ഈസ് യൂഷ്വലി റെഡ് ഇൻ കളർ, ഇറ്റ് ഹാസ് എ വെരി സ്വീറ്റ് സ്മെൽ, ഇറ്റ് ഹാസ് ഷാർപ്പ് ത്രോൺസ് ഇൻ ഓൺ സ്റ്റെം. അതായത് എൻ്റെ സ്റ്റെമ്മിൽ എന്തുണ്ട്, ഒരു ഷാർപ്പായിട്ടുള്ള മുള്ളുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് ഫ്ലവർ വരുന്നത് മേരിഗോൾഡ് ആണ്. ഇനി നമുക്ക് മേരിഗോൾഡിനെ കുറിച്ചിട്ട് ഒരു 4 ലൈൻസ് നോക്കാം. ഈ ഫ്ലവേഴ്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനും എഴുതണം, അതുപോലെ തന്നെ കളറും ചെയ്യണം. സോ ദിസ് ഈസ് എ മേരിഗോൾഡ്, ഇറ്റ് ഈസ് ഓറഞ്ച് ഓർ യെല്ലോ ഇൻ കളർ, it has many small petals joined together, it is used to make garlands and decorate houses. അപ്പോൾ ഇതിൽ കുറേ ചെറിയ സ്മോൾ പെറ്റൽസ് ഒരുമിച്ച് കൂടിയതാണ് ഈ ഒരു മേരിഗോൾഡ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മേരിഗോൾഡ് എന്താണ് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമെന്നാണ് ഈ ഒരു ലൈൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കളറും ഇതേത് ഫ്ലവറാ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത്. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് വരുന്നത് ഡിസ്ക്രൈബ് ദ ഇവൻറ്റ്സ്. സോ അവിടെ നമ്മുടെ ഫാർമറിൻ്റെ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു സ്റ്റോറി അവിടെ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. സോ നമുക്ക് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ്, ദ ഫാർമർ വാസ് എ ഹാർഡ് വർക്കിംഗ് ആൻഡ് എ ഹോണസ്റ്റ് മാൻ.
After many years of labor, he finally earned a gold coin. He was very happy and decided to hide his treasure safely in a wall near the palace. നെക്സ്റ്റ് പിക്ചറിൽ വൺ ഡേ എ കാർണിവൽ കെയിം ടു ദി ടൗൺ. ദ ഫാമേഴ്സ് വൈഫ് വാണ്ടഡ് ടു ഗോ ബട്ട് ദേ ഹാഡ് നോ മണി. ഷീ ആസ്ക്ഡ് ഹർ ഹസ്ബൻഡ് ടു ഗോ ടു ദി പാലസ് വാൾ ആൻഡ് റിട്രൈവ് ദി ഗോൾഡ് കോയിൻ ഹി ഹാഡ് ഹിഡൻ ദർ. സോ ഇനി നെക്സ്റ്റ് രണ്ട് പിക്ചറിലുള്ള ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നെക്സ്റ്റ് വരുന്നത് വൈൽ ദി ഫാർമർ വാസ് അറ്റ് ദി വാൾ, the king saw him and asked what he was doing. The farmer told the truth. The king was so pleased with the farmer's honesty that he gave him original coin plus many more gold coins as a reward. The farmer returned home with a bag full of gold. He and his wife were overjoyed to see so much wealth. Because of his honesty, the farmer was happy and the king was happy too. അപ്പോൾ നമ്മുടെ മറ്റേ സ്റ്റോറി തന്നെയാണ്, അതിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് എഴുതിയിട്ടുള്ളൂ. സോ ഇത്രയാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് വരുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.